ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു ചെന്നൈയിൻ എഫ്സിയെ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 മാച്ച് നമ്പർ 51. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഹോം മാച്ചിലെ പ്ലേയിങ് 11 അഗെയിൻസ്റ്റ് ചെന്നൈയിൻ എഫ് സി. ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് മടങ്ങിയെത്തുന്നു. ഒപ്പം രണ്ട് മാറ്റങ്ങൾ കൂടി. മധ്യനിരയിൽ ഫ്രെഡി ലാലമാവ ആൻഡ് നോവ സദോയി അറ്റാക്കിംഗിലേക്ക് തിരിച്ചു വരുന്നു. സോ മികച്ച ടീമിനെ 4-2-3-1 ഫോർമേഷനിൽ അണിനിരത്തുന്നു ചെന്നൈയിൻ എഫ് സിക്കെതിരെ. ഗോൾ പോസ്റ്റിൽ സച്ചിൻ. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിലെ എവേ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയുടെ സ്റ്റാർട്ടിംഗ് 11 4-4-2 ഫോർമേഷനിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. മധ്യനിരയിൽ ബ്രസീലിയൻ താരം ലൂക്കാസ് ബ്രംബ്രീല കളിക്കുന്നു. ഒപ്പം ഡിഫൻസിലേക്ക് മന്ദർ റാവ് ദേശായിയും 11-ൽ സ്ഥാനക്കയറ്റം കിട്ടി വരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 11ാം പതിപ്പിലെ 51ാമത് മത്സരം മാച്ച് നമ്പർ 51. മാച്ച് ഡേ 9. Come on India, let's football once again in Kochi. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടുകൂടി മറ്റൊരു ആവേശഭരിതമായ ISL പോരാട്ടത്തിന് കൊച്ചിയുടെ പുൽമേട്ടിൽ തുടക്കമായിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടുകൂടിയാണ് മത്സരം ആരംഭിച്ചിരിക്കുന്നത്. ഹോം ടീം കേരള ബ്ലാസ്റ്റേഴ്സ് പരമ്പരാഗതമായ മഞ്ഞയും നീലയും ജേഴ്സിയിൽ. നിങ്ങളുടെ TV മോണിറ്ററിന്റെ ഇടത്തു നിന്നും വലത്തേക്ക് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ആൻഡ് എവേ ടീം ചെന്നൈയിൻ FC ഓൾ ബ്ലാക്ക് ജേഴ്സിയിൽ. നിങ്ങളുടെ TV മോണിറ്ററിന്റെ റൈറ്റ് ടു ലെഫ്റ്റ് വലത്തു നിന്നും ഇടത്തേക്ക് എവേ ടീം ചെന്നൈയിൻ FC. വലതു പിന്നിലൂടെ ചെന്നൈയുടെ മുന്നേറ്റം. ലൂക്കാസിന്റെ ക്രോസ്. ആ ക്രോസിന് വേണ്ടി വിൽമർ, ഡേഞ്ചറസ് വിൽമർ വെയിറ്റിംഗ് ആൻഡ് വിൻസി ബറേറ്റോ ബോക്സിനുള്ളിൽ. ചെന്നൈയിൻ FC ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് ലൂക്കാസ് എടുക്കുന്നു. ലൂക്കാസിന്റെ ഫ്രീ കിക്ക് ഏറെ പോസ്റ്റിലേക്ക് വളഞ്ഞ് ചെല്ലുന്ന ഡയറക്ട് ഫ്രീ കിക്ക്. സച്ചിന്റെ സേവ്. ലൂണയിലേക്ക് വരുന്നു. ലൂണയുടെ വളരെ പവർഫുൾ ആയുള്ള നിലം പറ്റിയുള്ള ക്രോസിലേക്ക് ഓടി വന്ന് ഒരു ഫ്ലിക്ക് കൊടുക്കാനുള്ള നോവയുടെ ശ്രമം. സ്റ്റിൽ ലൂണ. നവോച്ച പന്ത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിഫൻഡറെ ബീറ്റ് ചെയ്ത് പന്ത് ഇടത് കാലുകൊണ്ട് ഹിസൂസിന് ഹെഡറിന് വേണ്ടി 6 യാർഡ് ബോക്സിലേക്ക് ഉയർത്തി നൽകുന്നു. പക്ഷേ ഹിസൂസിന്റെ ജമ്പിങ്ങും ടൈമിങ്ങും തെറ്റിപ്പോകുന്നു. ഇവിടെ 1-on-1 ഫിസിക്കൽ ഗെയിം ആൻഡ് ലക്കി എസ്കേപ്പ് അഗൈൻ. ജിമെനസ് സ്ക്വയർ പാസ് നൽകുന്നു. വിപിൻ ടു നോവ സദോയി ഇൻസൈഡ് ദ ബോക്സ്. കറക്കാൻ ശ്രമിക്കുന്നു, കറങ്ങിയില്ല നോവ സദോയി. സ്റ്റിൽ ലൂക്കാസ്. ഒടുവിൽ മിലോസ് അപകടം ഒഴിവാക്കുന്നു. മിലോസ് രണ്ട് പേരെ ഡ്രിബിൾ ചെയ്ത് മാറ്റുന്നു. അതിൽ എൽസിഞ്ഞോയാണ് ടാക്കിൾ ചെയ്യുന്നത് ഹിമനസിനെ. ആ ടാക്കിളിന്റെ പേരിൽ എൽസിഞ്ഞോ, ചെന്നൈയിൻ FC യുടെ എൽസിഞ്ഞോ യെല്ലോ കാർഡ് കാണുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാമത്തെ കോർണറും യാതൊരു ഫലവും സൃഷ്ടിക്കാതെ പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് കൊച്ചിയിൽ ഇടവേള വിസിൽ മുഴങ്ങുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 11ാം പതിപ്പിലെ 51ാമത് മത്സരം മാച്ച് ഡേ 9. കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരത്തിൽ ചെന്നൈയിൻ FC നേരിടുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ആരും ഗോളടിക്കാതെ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുന്ന ഈ മത്സരം. ഇറ്റ് ഈസ് 0-0 ഹാഫ് ടൈം ഇൻ കൊച്ചി. കാത്തിരിക്കാം ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്കായി. രണ്ടാം പകുതിക്ക് തുടക്കമാവുകയാണ് കൊച്ചിയിൽ. ഗോൾ നില 0-0 ആയി നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC 0, ചെന്നൈയിൻ FC 0. സ്കോർ ബോർഡ് നിശ്ചലം. സന്ദീപിന് ക്രോസ് വരുന്നു. രണ്ട് ഭാഗത്തുനിന്നും ദുർബലമായ രണ്ടടികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഒരു പാസ്സാണ് അത്. നോവ ഓടിപ്പിടിക്കുന്നു. ആ പാസ് ഇടത് ഭാഗത്ത് 1-on-1 നോവയിൽ ഇപ്പൊ രണ്ടുപേരും നോവയുടെ ബ്ലോക്കിന് വരുന്ന ലോങ് ബോൾ. ലൂണയുടെ റൺ. ലൂണ wins the ball. ലൂണ തുടർച്ചയായ 6ാം മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിക്കൊണ്ട് ISL-ൽ പുതിയൊരു കേരള ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡ് സൃഷ്ടിക്കുകയാണ്. ലൂണയിലൂടെ തുടക്കമിട്ടൊരു മുന്നേറ്റം. ലൂണയുടെ കട്ട്ബാക്ക്, നോവയുടെ സാന്നിധ്യം, കോറോയുടെ പാസ്,
combination. ഇന്റർസെപ്ഷൻ തന്നെയാണ് വീണ്ടും ഗോൾ അടിക്കാൻ അവസരമൊരുക്കിയത്. വളരെ കൃത്യമായ പ്ലാനിലൂടെ 3 പേര് 3 അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, ഹിമിനാസ്, ലൂണ ആൻഡ് സന്തോയ്. സന്തോയുടെ മികച്ചൊരു പൊസിഷനിങ്, വളരെ കൃത്യമായ പാസ്, വളരെ ഈസി ആയിട്ട് നവാസിനെ ഒരു ചാൻസും കൊടുക്കാതെ ഫിനിഷ് ചെയ്യുന്നു. തന്റെ 4ാമത്തെ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഹൈ ബൂട്ടിനാണ് നോവ സദോയി യെല്ലോ കാർഡ് കാണേണ്ടി വരുന്നത്. ഫോർ ദിസ് ഹൈ ബൂട്ട്. Indian scorer ആകുന്നു. After Nova, after Jimenez, after Papra, here is the first Indian goal scorer for Kerala Blasters in this season. Rahul KP, Kerala Blasters 3, Chennai